വേദനയോടെ സ്മരിക്കുന്ന ഒരു ദിനമാണ് ജൂലൈ 17 എന്നത്. ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലും ഈ ചുറ്റുവട്ടത്തും ഒക്കെ നമ്മളിൽ പലരുടെയും കൂടെ പ്രവർത്തിക്കുകയും നമുക്ക് പലർക്കും പ്രേരണയായി ആ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേരണ നൽകും വിധം സംഘകാര്യവും സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളുടെയും നേതൃത്വം വഹിച്ചുകൊണ്ട്, നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും, ആ ഇളം പ്രായത്തിൽ തന്നെ വിശാല് പ്രകടിപ്പിച്ച നേതൃഗുണം അത് എല്ലാവർക്കും ഒരുപോലെ ഓർമ്മയുള്ളതാണ്. ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലെ ശാഖാപ്രവർത്തനം പോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനമായാലും, അതിനോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘ ആശയത്താൽ പ്രേരണ ലഭിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപോലെ പങ്കാളിയാവുകയും അതിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ സമയം വൈകിപ്പോകുന്നു എന്നുള്ള ഒരു ചിന്തയോടെ, വിശാലിനെ അടുത്തറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, വളരെ വലിയ തിടുക്കത്തിലായിരുന്നു. പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സമയം തികയുന്നില്ല എന്നുള്ള വാശിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലായിടത്തും ഒരുപോലെ ഓടിയെത്താനും എല്ലാവരെയും ഒരുമിപ്പിച്ച്, മുതിർന്നവരെ പോലും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ചില രാക്ഷസീയ ശക്തികൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. എങ്ങനെയെല്ലാം ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പല തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങൾ, നീചപ്രവർത്തനങ്ങൾ, വളരെയേറെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ അവർ ഈ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം സംഘം വളരുന്നതോ സംഘം പ്രതിനിധാനം ചെയ്യുന്നതായ മൂല്യവിശേഷങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നതോ സഹിക്കാൻ കഴിയും. ഏറെ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികൾ, അതിനേറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക ഭീകരവാദികൾ. ആ ഇസ്ലാമിക ഭീകരവാദികൾ പല മേഖലയിലൂടെ നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക. രാഷ്ട്രത്തോട് താതാത്മ്യം പ്രാപിച്ച വ്യക്തികൾ ശാഖയിലൂടെ വളർന്നു വന്ന് രാഷ്ട്രത്തിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം തന്റെ ഹൃദയസ്പന്ദനങ്ങളെ ചേർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഗൂഢശ്രമങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. വിശാലിന്റെ വിശേഷത ഏതായിരുന്നു, പ്രത്യേകത അതായിരുന്നു. എന്നേക്കാൾ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും, വിശാലിനൊപ്പം പ്രവർത്തിച്ച ആളുകൾക്ക് പലർക്കും അത് നന്നായിട്ട് അറിയാം. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ എങ്ങനെയാണ് ഭീകരവാദികൾ ശക്തി പ്രാപിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അതിന് വിപരീതമായി ഹിന്ദു സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ, നമ്മുടെ സഹോദരങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ, നമ്മുടെ സഹോദരികളെ രക്ഷിക്കാൻ വിശാൽ വളരെയേറെ പ്രവർത്തിച്ചു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി.
ഇത്തരം പ്രവർത്തനം നടത്തുന്ന തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് എന്നും പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇസ്ലാമിക ഭീകരവാദികൾക്ക് കേരളത്തിൽ ഇന്നോളം ഏറ്റവും പിന്തുണ കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ്. ഇത്തരം ഒരു ബൗദ്ധിക്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിശകലനമൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടുതൽ ഈ വസ്തുത വെളിച്ചത്ത് കൊണ്ടിരിക്കുക. ഭീകരവാദികൾക്ക് ഒരർത്ഥത്തിൽ നമ്മുടെ ബഹുമാന്യനായ സംഘചാലകൻ ഒക്കെ പ്രവർത്തിച്ചിരുന്ന പട്ടാളത്തിന്റെ ഭാഷ ഒരല്പം ഉപയോഗിച്ചാൽ ഒരു കവർ ഫയർ ചെയ്യുന്ന പ്രവർത്തനമാണ്. അവർ മുന്നോട്ട് വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷാ കവചം ഒരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സംഘടനയായാലും കോൺഗ്രസ് സംഘടനയായാലും ഒരുപോലെ ചെയ്യുന്നത്. അതും നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. വിശാലിന്റെ വധത്തിന് മുമ്പുള്ള അത്തരക്കാരുടെ ഇവിടുത്തെ പ്രവർത്തനം, വധത്തിന് ശേഷമുള്ള ഈ കൂട്ടരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമൊക്കെ നമുക്കറിയാം. അതൊരു വിശാലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ചുറുചുറുക്കുള്ള ഹിന്ദു യുവാക്കന്മാരെ അത് ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരായാലും അവരെ ഇല്ലാതെയാക്കാൻ ഭീകരവാദികൾക്ക് ഈ കൂട്ടർ പിന്തുണ കൊടുക്കും. മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ സത്യത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു. പക്ഷേ തങ്ങളുടെ നേതാക്കന്മാര്, മുതിർന്ന നേതാക്കന്മാർ നടത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പമായിരുന്നില്ല. ഇസ്ലാമിക ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ എപ്പോഴും എതിർത്തിരുന്നു. അതായിരുന്നു അയാൾ ചെയ്ത വലിയ തെറ്റ്. അതുകൊണ്ടാണ് ഇതേ ഭീകരവാദികൾ, SDPIയുടെ ഭീകരവാദികൾ മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ അവർക്ക്, കൊലയാളികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്നത് അതിലുപോലെ വ്യക്തമാണ്. ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തു തന്നെയാണ്. അവിടുത്തെ സുപ്രധാന ജനപ്രതിനിധികൾ പോലും ആ ഭീകരവാദികളായ ആളുകള്, പ്രതികളായവർക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി സന്നദ്ധരായി. ഇതാണ് നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇപ്പോ ഏറ്റവും അടുത്ത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. നമ്മുടെ വിദ്യാലയങ്ങളിൽ പണ്ട് മുതലേ ചെയ്തു പോന്നിരുന്ന ഒരു സംവിധാനമാണ് ഗുരുപൂജ ചെയ്യുക എന്ന്. അതിന് ലോകഗുരുവായ, വിശ്വഗുരുവായ വേദവ്യാസന്റെ ജന്മദിനം എന്നതിനേക്കാൾ ഉപരി കൃഷ്ണദ്വൈപായനൻ ബോധോദയത്തിലൂടെ, ആത്മോദയത്തിലൂടെ, ആത്മസാക്ഷാത്കാരത്തിലൂടെ വേദവ്യാസനായി മാറിയ സുദിനം, അത് ഗുരുപൂജയായി, ഗുരുപൗർണമി ദിനം ഗുരുപൂജയായി ആചരിച്ചു പോരുന്നു. അന്നേ ദിവസം ഭാരതത്തിന്റെ ഒരു പാരമ്പര്യം, ഹൈന്ദവ പാരമ്പര്യം, ഗുരുക്കന്മാരെ അന്നേ ദിവസം പൂജിക്കാൻ എന്തെല്ലാം ചെയ്യണോ അത് ചെയ്യുക. അതൊരു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. സംഘം പ്രതിനിധാനം ചെയ്യുന്നത് ഇത്തരം ചില മൂല്യവിശേഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് അന്ധവിശ്വാസമല്ല, അത് സാംസ്കാരിക ഉന്നമനത്തിന്റെ ലക്ഷണമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സദാചാര രാഹിത്യം, വലിയ തോതിലുള്ള മൂല്യനിരാസം, ഇതിനെയൊക്കെ ഇല്ലാതെയാക്കി വീണ്ടും മൂല്യങ്ങളിലേക്ക്, സദാചാര ബോധത്തിലേക്ക്, രാഷ്ട്രബോധത്തിലേക്ക് സമൂഹത്തെ നയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുപൂജയ്ക്ക് വലിയ പ്രാധാന്യം സംഘവും കൊടുക്കുന്നു, ഹിന്ദു സമൂഹം കൊടുക്കുന്നു. വളരെ പൊടുന്നനവേ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ഗുരുപൂജ ചെയ്യുന്നത് അവരിപ്പോഴാണ് കണ്ടതെന്ന് തോന്നുന്നു. എത്രയോ വർഷങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളിൽ നടന്നു പോരുന്നതാണ്. പൊടുന്നനവേ അതിന് പല രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കാം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ സമീപകാലത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും എത്തിപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വൈതരണികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതിനകത്ത്. എന്തു ആയിക്കൊള്ളട്ടെ, പക്ഷെ ഉന്നം എന്താണ്? നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഈ നാടിന്റെ വിശേഷപ്പെട്ട ഒരു സംസ്കാരത്തെ തകർക്കുക, അതിനുവേണ്ടി വ്യാപകമായ ദുഷ്പ്രചരണം നടത്തും. ആ ദുഷ്പ്രചരണം നടത്തുക മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലേക്ക്, അധ്യാപകർക്ക് നേരെ,
അധ്യാപനത്തിനും അധ്യാപന പാരമ്പര്യത്തിനും ഒക്കെ ഈ കൂട്ടരെതിരാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഞാൻ ഈ എതിരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാനല്ല പുറപ്പെടുന്നത്, പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു ഈ വസ്തുത. അധ്യാപനം എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ വിശുദ്ധമായ ആധ്യാത്മിക കർമ്മമായിട്ടാണ് ഭാരതീയർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനും ഗുരുത്വത്തിനും ഗുരുപൂജയ്ക്കും എല്ലാ കാലത്തും ഭാരതം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സങ്കല്പത്തിൽ ഭാരതം തന്നെ വിശ്വത്തിന്റെ ഗുരുവായി മാറുന്നത് അതുകൊണ്ടാണ്. വിദ്യയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം പോലും വിദ്യയെ പിന്തുടരുന്നവർ, വിദ്യ നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെന്നൊക്കെയാണ്. ഭാരതം എന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഭരതൻ ഭരിച്ചതുകൊണ്ടാണ്, ഭാവരാഗ താളങ്ങളുടെ സമന്വിത പ്രദേശമായതുകൊണ്ടാണെന്നൊക്കെ വ്യാഖ്യാനങ്ങൾ പറയാറുണ്ടെങ്കിൽ പോലും വൈയാകരണന്മാർ പറയുന്ന വ്യാഖ്യാനം ഭാരതം എന്ന വാക്കിൽ അതൊരു സംയുക്തപദമാണ്, അത് രണ്ട് പദങ്ങൾ ചേർന്നതാണ്. ഭ അധികം രഥം. ഭ എന്ന വാക്ക്, ഭാസ് എന്ന് പറയുന്ന സംസ്കൃത മൂലത്തിന്റെ, സംസ്കൃത ധാതുവിന്റെ അർത്ഥം ജ്ഞാനം, പ്രകാശം എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ എന്ന പേരൊക്കെ വരുന്നത്. ഭാസത്തെ, പ്രകാശം തരുന്നത്. വെളിച്ചം തരിക എന്ന് പറഞ്ഞാൽ ജ്ഞാനം തരിക. രഥം എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുന്നത്, പിന്തുടരുന്നത് എന്നൊക്കെയാണ്. അറിവ് നേടുന്നതിൽ ആനന്ദിക്കുന്ന സമൂഹം, അറിവ് നൽകുന്നതിൽ ആനന്ദിക്കുന്ന സമൂഹം, അറിവിനെ സദാ പിന്തുടരുന്ന സമൂഹം, ഇങ്ങനെ 3 അർത്ഥങ്ങളുണ്ട്. ആ സമൂഹം എവിടെയാണ് താമസിക്കുന്നത് അതാണ് ഭാരതം. ഭാരതത്തിന്റെ വിശേഷത ഏതാണ്? ഭാരതത്തെ ഇല്ലാതാക്കണമെങ്കിൽ അപ്പൊ എന്ത് വേണം? ഇവർക്കറിയാം, ഈ കൂട്ടർക്ക് എല്ലാവർക്കും അറിയാം. ഈ പാരമ്പര്യത്തെ ഇല്ലാതെയാക്കണം. അറിവിനെ ആദരിക്കുന്ന, അറിവിൽ ആനന്ദിക്കുന്ന നമ്മുടെ ആ സവിശേഷതയെ ഇല്ലാതെയാക്കണം. അറിവ് ആരാ നമുക്ക് നൽകുന്നത്? അതെപ്പോഴും ഗുരുവാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശാഖകളിൽ ഗുരുപൂജ ആചരിക്കുന്ന സമയത്ത് ഈ വസ്തുതയൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ണ് തെളിയിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഇത് നമ്മുടെ ഒരു എല്ലാ കാലത്തെയും വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദോഷം ചെയ്യുന്ന, കുഴപ്പം ചെയ്യുന്ന, മറ്റുള്ളവരെ ആദരിക്കാൻ വിഷമമുള്ളവര്, എന്ത് ചെയ്താലും കുഴപ്പത്തിലാകുന്നവരെ കുറിച്ച് സാധാരണ വീട്ടിലൊക്കെ പറയുന്ന കാര്യം ഒരു ഗുരുത്വമില്ലാത്തവൻ, അങ്ങനെയാണ് പറയുക. ചെയ്ത് പരാജയപ്പെടുന്ന ആൾക്കാർ, എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെടുന്നവരെ കുറിച്ച് പോലും സാധാരണ പറയുന്നത് അവനൊരു ഗുരുത്വമില്ല. അതുകൊണ്ട് ഗുരുത്വത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഗുരുപൂജയൊക്കെ വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ ഗുരുചിന്തയും ഗുരുമഹാത്മ്യവും ഈ ദർശനവും അതിനെ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമമാണ് ഈ കൂട്ടർ നടത്തുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഭാരതം ദുർബലമാവുകയുള്ളൂ എന്നവർക്ക് അറിയാം. ഇത് പറയുന്ന ആൾക്കാരൊക്കെ ഗുരുവിന് നൽകുന്ന, അധ്യാപകന് നൽകുന്ന ഏതൊരു തരത്തിലുള്ള പെരുമാറ്റാണ് ഗുരുവിനോട്, അധ്യാപകനോട് അവർക്കുള്ളത് എന്ന് നമുക്കെല്ലാവരും. ഇതേപോലുള്ള ഒട്ടനവധി സംഭവങ്ങൾ, ഞാൻ പറയുന്ന വസ്തുത അത് രാഷ്ട്രീയമെന്ന് ഒരു പക്ഷെ തോന്നാമെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൂട്ടത്തില് ഒരു മുതിർന്ന സ്വയം സേവകനെ രാഷ്ട്രപതി പാർലമെന്റിന്റെ ഉന്നത സഭയിലേക്ക്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സദാനന്ദൻ മാസ്റ്റർ, നമുക്കെല്ലാം പ്രിയങ്കരനായ സദാനന്ദൻ മാസ്റ്റർ. ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ കുറിച്ചും പറയേണ്ടി വരും. കാരണം വിശാലിനെ പോലെ ഈ രാഷ്ട്രവിരുദ്ധ ശക്തികളാൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും സദാനന്ദൻ മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ 2 കാലുകളും രാഷ്ട്രവിരുദ്ധ ശക്തികൾ, മാർക്സിസ്റ്റുകൾ വെട്ടിയെടുത്തതുകൊണ്ടാണോ? ആ സീറ്റ് എന്താ ഒരു സഹതാപ സീറ്റാണോ? അതുകൊണ്ടാണോ മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടത്? ഇന്ന് നടക്കുന്ന പ്രചരണം, ആവേശം കൂടി നമ്മളിൽ പലരും പറഞ്ഞു പോകുന്ന അതുപോലെ സദാനന്ദൻ മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടത് അദ്ദേഹം ആരാലോ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ല. സദാനന്ദൻ മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായതുകൊണ്ടാണ്. കാരണം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട യോഗ്യത നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ പ്രചരണം നടക്കുന്നത് എങ്ങനെയാണ്? ആ യോഗ്യത ഇല്ലാത്ത ആളാണ്. 30 വർഷക്കാലത്തിലേറെയായി അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള, 3 പതിറ്റാണ്ടിലേറെയായി അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള
അതിനോടൊപ്പം തന്നെ കേവലം അധ്യാപകനായിരിക്കുക മാത്രമല്ല, അധ്യാപകന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രത്തിന്റെ അധ്യാപക വാർത്തയുടെ ദീർഘകാലം പത്രാധിപരായിരുന്ന, എന്ത് യോഗ്യത ഇതിൽ കൂടുതൽ വേണ്ടത്? അതോ സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തകനല്ലേ? ലക്ഷോപലക്ഷം വരുന്ന ഭാരതത്തിലെ അധ്യാപകന്മാരെ അപമാനിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗുരുപൂജയെ എതിർക്കുന്ന ആൾക്കാർ അധ്യാപകനെയും എതിർക്കാം. വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ കോളേജിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നവർ മാത്രമാണ്. പക്ഷെ പ്രചരണം നടക്കുന്നത് അതേപോലെയാണ്. അദ്ദേഹം വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല, വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണ്. അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം, NEP വന്നതിന് ശേഷം, കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സമിതിയിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കരിക്കുലം തയ്യാറാക്കുന്ന സമിതിയിൽ അംഗമായിരുന്നു അദ്ദേഹം. വെറുതെ അല്ല. ഇത്രയേറെ പ്രവർത്തനങ്ങളെ പുരസ്കരിച്ചുകൊണ്ടാണ് കർണാടക സർക്കാർ അദ്ദേഹത്തിന് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിസ്തുല സംഭാവനയെ പുരസ്കരിച്ചുകൊണ്ട് സർക്കാർ അവാർഡ് കൊടുത്തത്. അവാർഡ് കൊടുത്തതാരാണ്? കൊടുത്തത് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തത് 2 വർഷം മുമ്പ് ഈ അവാർഡ് കൊടുത്ത അവിടുത്തെ മുഖ്യമന്ത്രിയായ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ. ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പ്രചരണം വ്യാപകമായി നടത്തുന്നതിന്റെ പിന്നിലെ ഉദ്ദേശവും സംഘ സംസ്കാരത്തെയും രാഷ്ട്ര സംസ്കാരത്തെയും അധ്യാപന പാരമ്പര്യത്തെയും ഇല്ലാതാക്കുക എന്നതാണ്. പിന്നൊരു വലിയ പ്രതീകമാണ് അദ്ദേഹം. എന്തിന്റെ പ്രതീകം? രാഷ്ട്രവിരുദ്ധ ശക്തികളോടുള്ള പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ്. ആ പോരാട്ടത്തിലൂടെ സ്വന്തം ജീവിതം കൊണ്ട് വിജയിച്ചതിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടത്. യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഏറെ യോഗ്യതകളെ കുറിച്ച് പറയുന്നില്ല. ഒരു നല്ല പ്രഭാഷകൻ എന്നതോ, ഒരു നല്ല ലേഖകനാണെന്നുള്ളതോ, ഒരു നല്ല കവിയാണെന്നുള്ളതോ, ഇവര് കാലുമുട്ട് താഴെ വെച്ച് വെട്ടിമുറിച്ചു മാറ്റുവോളം കണ്ണൂർ ഭാഗത്തെ അദ്ദേഹത്തിന്റെ നാട്ടിലെ ആയിരിക്കാം. ഞാൻ മെസ്സി ആയിരുന്നു എന്നൊന്നും പറയുന്നില്ലെങ്കിലും ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന മാസ്റ്റർ അദ്ദേഹം 27 വയസ്സ് തികയുന്നതിന് മുമ്പ് കണ്ണൂർ പോലുള്ള ജില്ലയുടെ സംഘത്തിന്റെ ജില്ലാ സഹകാര്യവാഹായിരുന്നു. 27 വയസ്സ് തികയുന്നതിന് മുമ്പ്. ഇങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന്റെ മേഖലയിലായാലും, സാമൂഹിക പ്രവർത്തനത്തിന്റെ മേഖലയിലായാലും, സാംസ്കാരിക രംഗത്തായാലും, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആയാലും കഴിവ് തെളിയിച്ചാൽ ആ കഴിവ് പോരാ. കാരണം എന്താ? സംഘവുമായി, ഹിന്ദുത്വവുമായി ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഈ കഴിവുകളൊക്കെ റദ്ദ് ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഈ വസ്തുതയെ ജനങ്ങളോട് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇന്നത്തെ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം. ഇവരൊക്കെ എതിർക്കുന്നത് കൊണ്ടോ, അവരൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ ഈ ആശയം പിന്നോട്ടൊന്നും പോവില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനം കൂടിയാണ് ഇന്ന്. എന്തുകൊണ്ട്? ഇന്ന് കർക്കിടകം 1 രാമായണ മാസം തുടങ്ങുന്ന ദിവസമാണ്. നമ്മൾ പലരും രാമായണ മാസം തുടങ്ങി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. 1982 വിശാല ഹിന്ദു സമ്മേളനമൊക്കെ കഴിഞ്ഞ് മാനനീയ പരമേശ്വർജി എന്ന ഒരു വ്യക്തിയുടെ മാത്രം വിശേഷമല്ല, പക്ഷെ പരമേശ്വർജിയിലൂടെ പുറത്തു വന്നൊരു ആഹ്വാനമാണ് കർക്കിടക മാസം കാലങ്ങളായി കേരളീയർ രാമായണ മാസമായി ആചരിക്കുന്നതാണ്. അത് ഇടക്കാലത്ത് നിലച്ചുപോയി, നമുക്കത് പുനരാരംഭിക്കണം എന്ന് പരമേശ്വർജി പ്രഖ്യാപിച്ചു. കേരളം അത് ഏറ്റെടുത്തു. ഇന്ന് ഗുരുപൂജയെ എതിർക്കുന്ന അതേ വിഭാഗമാണ് രാമായണ മാസത്തെ എതിർത്തു. രാമായണ മാസത്തെ എതിർക്കുക മാത്രമല്ല, രാമൻ പ്രതിനിധാനം ചെയ്യുന്നത് ശംഭൂകവധത്തിന്റെ പാരമ്പര്യത്തെ ആണ് എന്ന് പ്രചരിപ്പിച്ചു. എത്ര ഹീനമായ പ്രചരണമെന്നോ.